നൊയിമ്പുകാലം ഉപവാസത്തിൻ്റെ കാലഘട്ടമായി നാം തിരിച്ചറിയുകയാണ്. ഫരീസ്യരും സ്നാപകൻ്റെ ശിഷ്യരും ഉപവസിക്കുന്നു, നിൻ്റെ ശിഷ്യന്മാർ എന്താണ് ഉപവസിക്കാത്തതെന്ന ചോദ്യമായി യേശുവിനെ സമീപിക്കുന്ന ഫരീസ്യരെ നാം കാണുന്നു. ഉപവാസം അതിൽ തന്നെ ഒരു നന്മയായി കാണണമെന്നില്ല. ഒരു പ്രത്യേക നിലപാടിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപവസിക്കുന്ന പാരമ്പര്യം പൊതുസമൂഹത്തിലുമുണ്ട്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം കൊടുത്ത ഗാന്ധിജി ഉപവസിക്കുന്നത് തൻ്റെ ഒരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട്. സഹനമേറ്റെടുക്കുന്നുള്ള ഒരർത്ഥത്തിൽ മുന്നൊരുക്കമാണ് ഉപവാസം. ശരീരത്തിൻ്റെ മേൽ മനസ്സിന് കിട്ടുന്ന നിയന്ത്രണമാണ്. നിലപാടുകൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി വൈകാരികമായ ഒരു ഒരുക്കം കൂടിയാണത്. ഈ ഒരുക്കം ഒരർത്ഥത്തിൽ ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് നൽകുന്നു. 4-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ബേസിൽ എന്നുള്ള ഒരു പുണ്യദേഹം ഇപ്രകാരം പറയുകയുണ്ടായി: നീ നാളേക്ക് വച്ചിരിക്കുന്ന നിൻ്റെ അലമാരയിൽ സൂക്ഷിക്കുന്ന അപ്പം ഇന്ന് വിശക്കുന്നവന് അവകാശപ്പെട്ടതാണ്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്നുള്ള നോവലിൻ്റെ കഥാപാത്രത്തെയും ഈ അവസരത്തിൽ നാം ഓർത്തുപോകും. എന്തിന്? ഭക്ഷണം മോഷ്ടിച്ചെന്ന പേരിൽ കൊല ചെയ്യപ്പെട്ട മധുവിൻ്റെ കഥയും കേരള സമൂഹത്തിന് പരിചിതമാണ്. ഉപവാസം അതിൽ തന്നെ ഒരു നന്മയല്ലെങ്കിലും ഉപവസിക്കുന്നത് എന്തിനു വേണ്ടിയാകണം? എന്നെ സംബന്ധിച്ചിടത്തോളം വിശക്കുന്നവന് അപ്പം കൊടുക്കാൻ, എൻ്റെ അപ്പം പങ്കുവയ്ക്കാനുള്ള സന്നദ്ധതയാണ്, എൻ്റെ വിഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള തീരുമാനമാണ് ഉപവാസത്തിലേക്ക് നയിക്കേണ്ടത്. ഞാൻ സേവനം ചെയ്ത ഒരു ദേവാലയത്തിൽ നൊയിമ്പുകാലം ഉപവാസത്തിൻ്റെ കാലമായി ആചരിക്കാൻ ആവശ്യപ്പെടും. മദ്യപാന്മാരോട് മദ്യം ഉപേക്ഷിക്കാനും കുട്ടികളോട് ഐസ്ക്രീം ഉപേക്ഷിക്കാനും അതിൽ നിന്ന് കിട്ടുന്ന തുക പാവപ്പെട്ടവരുടെ ഒരു വീട് പണിയാനും തിരുനാളിനൊരു ഭവനമെന്ന ഒരു പാരമ്പര്യം ആ ഇടവകയിൽ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ മുൻവികാരി ആരംഭിച്ചതാണ്. അർത്ഥവത്തായ തിരുനാളാചരണത്തിലേക്ക് അത് നയിച്ചു എന്നതും ഞാൻ ഓർത്തെടുക്കുകയാണ്. പൊതുസമൂഹത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഉപവസിക്കാനുള്ള ഒരു അവസരം എനിക്കും കിട്ടി. എങ്കിലും ആ ഉപവാസത്തിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലായപ്പോൾ അതൊരു ആത്മീയ ശുശ്രൂഷയായി ഞാൻ തിരിച്ചറിയുകയായിരുന്നു. ദീർഘകാലം മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ട്രോളിംഗ് ഉടമകൾക്കെതിരെ ചെയ്ത സമരസമയത്ത് സിസ്റ്റർ ഫിലമിൻ മേരി എന്ന സമർപ്പിത 23 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉപവാസത്തിന് സന്നദ്ധമായി. മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം സർക്കാരിനെ കൊണ്ട് ഭാഗികമായെങ്കിലും 3 മാസത്തിന് പകരം 90 ദിവസത്തിന് പകരം 45 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അന്ന് നേടിയെടുക്കാൻ പ്രത്യേകിച്ച് ഈ സന്യാസിനിയുടെ ഉപവാസം കൊണ്ട് കേരള സമൂഹത്തിന് മാത്രമല്ല, മീൻപിടുത്തക്കാർക്ക് മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെയും ഒരു വിഭവമായി മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്ന ബോധ്യം കൊടുക്കാനായി. യേശുവിൻ്റെ ഉപവാസം നമുക്കറിയാം. 40 ദിവസം അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു, പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിഞ്ഞു എന്ന് പറയുന്നിടത്ത് മരുഭൂമി ഒരർത്ഥത്തിൽ തിരിച്ചറിവിൻ്റെ അവസരമാണ്. നൊയിമ്പുകാലം ഒരു ഡെസേർട്ട് എക്സ്പീരിയൻസ് എന്ന ഈ പശ്ചാത്തലത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാനാവും. ഈ എക്സ്പീരിയൻസ് നാം മനസ്സിലാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ തന്നെ അനുദിന ജീവിതത്തിൽ ജീവിത ലാളിത്യം അനിവാര്യമാണ് എന്ന ചിന്തയും സന്യസ്തരെടുക്കുന്ന ദാരിദ്ര്യമെന്ന വ്രതം ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുകൂടി തിരിച്ചറിയാനൊരു അവസരമാണിത്.
വത്തിക്കാൻ കൗൺസിലിൻ്റെ നവീകരണ പ്രക്രിയയിലൂടെ ദരിദ്ര സമൂഹങ്ങളോട് പ്രത്യേക ആഭിമുഖ്യം സഭയിൽ ഒരു പരിധിവരെ രൂപപ്പെട്ടു വരുന്നുവെങ്കിലും ഇന്നും സന്യസ്തരും വൈദികരുമൊക്കെ സുരക്ഷിത മേഖലകൾ തേടിപ്പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. യേശു ആവശ്യപ്പെടുന്ന ഉപവാസം ലാളിത്യത്തിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ യേശു ആവശ്യപ്പെടുന്ന ഉപവാസം പ്രാർത്ഥനയുടെ ചൈതന്യം നമ്മിൽ വളർത്തിയെടുക്കാനാണ്. അപ്രകാരമുള്ള ഒരു ജീവിത സാഹചര്യം നമുക്കുണ്ടാകാൻ വേണ്ട ചിന്തകളാണ് ഒരർത്ഥത്തിൽ ഈ നൊയമ്പുകാലം നാം ശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും.